വെൽക്കം ടു ഏണിങ്സ് കേരള. ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നതിൻ്റെ കാരണം ലിസ എന്ന സംവിധാനത്തെക്കുറിച്ച് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന് പല ആൾക്കാരും ആവശ്യപ്പെട്ടത് കൊണ്ടാണ് പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് കൂടി തോന്നി. കാരണം ലിസയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ലിസ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഏകദേശം ധാരണയൊക്കെ അവർക്കുണ്ട്, എന്നാലും കൂടുതൽ കാര്യങ്ങൾ അറിയിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ടാണ് പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ലിസ എന്ന ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണം എല്ലാവർക്കും വരുമാനം കണ്ടെത്തുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ലിസ എന്ന ആപ്ലിക്കേഷൻ രൂപവൽക്കരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ എല്ലാവർക്കും വരുമാനം കണ്ടെത്താം എന്നുള്ളത് വിശദീകരിക്കുന്ന വീഡിയോ ആണ് പറയുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുക. മുമ്പ് ഞാൻ പറഞ്ഞു, എല്ലാവർക്കും വരുമാനം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ പ്രാവർത്തികമായിരിക്കുന്ന ലിസ എന്ന ആപ്ലിക്കേഷൻ വരുമാനം കണ്ടെത്തുന്ന രീതി, ഒന്നാമത് നമ്മുടെ വീട്ടിലൊരു തുണിസഞ്ചി എന്ന ഒരാശയം പ്രാവർത്തികമാക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗം മൂലം നമുക്ക് ഒരുപാട് ദൂഷ്യഫലങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരമായിട്ട് നമ്മുടെ തുണിസഞ്ചി എല്ലാ വീട്ടിലും ഉപയോഗിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമത്തെ ലക്ഷ്യം. ഈ തുണിസഞ്ചി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കും വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ലിസ എന്നൊരു ആപ്ലിക്കേഷനെ കൂട്ടുപിടിച്ചുകൊണ്ട്, ലിസ എന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം കണ്ടെത്തി തരികയാണ് ചെയ്തത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുക്കാം. 2 പ്രാവശ്യം എൻ്റർ ചെയ്യുക. എൻ്റർ ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആകും. ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് 50 പോയിന്റ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ വാലറ്റിൽ കാണുവാൻ സാധിക്കും. നമുക്ക് വരുന്ന ഏണിങ്സ് എല്ലാം പോയിന്റ് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വാലറ്റിൽ രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഈ കാറ്റഗറീസിനകത്ത് ഉള്ള പ്രോഡക്റ്റുകൾ, ഗ്രോസറി കിറ്റിൻ്റെ കാറ്റഗറി ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്, ഓയിലുണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, അങ്ങനെയുള്ള കാറ്റഗറീസ് ഉള്ളതുകൊണ്ട് ആ കാറ്റഗറീസിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ 5% നിങ്ങൾക്ക് പോയിൻ്റായിട്ട് നിങ്ങളുടെ വാലറ്റിൽ രേഖപ്പെടുത്തും. അതുമാത്രമല്ല, അതിനകത്ത് ഗ്രോസറി കിറ്റ് എന്നും പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഗ്രോസറി കിറ്റിനകത്ത് ഏകദേശം 1000 രൂപ 1200 രൂപയോളം സാധനം നിങ്ങൾ വാങ്ങേണ്ടി വരും ഒരു മാസത്തേനുള്ളത്. അപ്പോൾ അതിനകത്തുനിന്നും 5% നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബാഗ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റൊരാളെ പരിചയപ്പെടുത്താനുള്ള സംവിധാനമുണ്ട്. ഷെയർ എന്നും പറഞ്ഞൊരു ഐക്കൺ അതിനകത്തുണ്ട്. അതിനകത്ത് ഞെക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ആണോ, ഫേസ്ബുക്ക് ആണോ, ഏതാണോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് മറ്റൊരാളെ പരിചയപ്പെടുത്താൻ സാധിക്കും. മെസ്സഞ്ചർ വഴിയൊക്കെ പരിചയപ്പെടുത്താൻ സാധിക്കും. അവിടെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് നിങ്ങളുടെ റെഫറൻസ് നമ്പർ സഹിതമാണ് അവിടെ ചെല്ലുന്നത്. അപ്പം അവർ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം നിങ്ങൾ പരിചയപ്പെടുത്തിയ ബാഗാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവും. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ 5% നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് വഴിയും ഒരു ബാഗ് പരിചയപ്പെടുത്തുന്നത് വഴിയും അതിൻ്റെയും ലാഭവിഹിതം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം 3 രീതിയിൽ നിങ്ങൾക്ക് ഓൾറെഡി ലാഭവിഹിതം അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേരെ വേണം ചേർക്കാം. 100 പേരെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന സമയത്ത്, അപ്പം 1 മാസമോ 2 മാസമോ 2 ആഴ്ച അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് എന്നാണോ 100 പേര് തികയുന്നത്, ആ 100 പേരെ തികയുന്ന സമയത്ത് നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ, നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ 10% മാറും ലാഭവിഹിതം. പിന്നെ നിങ്ങൾ 100 പേരെ പരിചയപ്പെടുത്തുമ്പോൾ അതിനകത്തൊരു ഏണിങ്സ് വരുന്നുണ്ട്. ആ ഏണിങ്സിനെ നമ്മൾ തുടങ്ങുന്ന എല്ലാ ബിസിനസ്സിൻ്റെയും ഭാഗമെന്ന നിലയിൽ നിങ്ങൾക്ക് അതിൻ്റെ ലാഭവിഹിതം തരും.
കൂടാതെ നിങ്ങൾ ബാഗ് വാങ്ങുമ്പോൾ, ഈ ലിസ എന്ന ബാഗ് വാങ്ങുമ്പോൾ, ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വാങ്ങുമ്പോൾ അതിന് ഒരു നമ്പർ ഉണ്ടായിരിക്കും, ഒരു ആധാർ കാർഡ് പോലെ ഒരു നമ്പർ ഉണ്ടായിരിക്കും. എല്ലാ ബാഗിനും ഓരോ നമ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ നമ്പറിനെ ബേസ് ചെയ്താണ് ബാക്കി കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാ മാസവും നിങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മറക്കിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൈസുകൾ ലഭിക്കും, സമ്മാനങ്ങൾ ലഭിക്കും. അങ്ങനെ നിങ്ങൾക്കൊരു സംവിധാനത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കും. അത് നമ്മുടെ കമ്പനി വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ലാഭവിഹിതമെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുമാത്രമല്ല, നമ്മളിപ്പോൾ 630 രൂപയ്ക്കാണ് നമ്മൾ ഈ ബാഗ് ഇവിടെ കൊടുക്കുന്നത്, ഓൺലൈനിൽ കൊടുക്കുന്നത്. നിങ്ങൾക്കെല്ലാം തരുന്ന 630 രൂപയ്ക്കാണ്. ഇത് നമ്മൾ ഉടൻ തന്നെ വിദേശ രാജ്യത്തേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ വരുമ്പോൾ ഏകദേശം 1000 രൂപ, 1200 രൂപ അപ്പോഴത്തെ പ്രൈസിനനുസരിച്ച് മാറ്റം വരുമ്പോൾ അതിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്ക് ഞങ്ങൾ തരും. ഇതൊക്കെ എങ്ങനെയാണ് തരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം. ഇത് തരുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള, നമ്മുടെ ബാഗ് വാങ്ങിയിരിക്കുന്നവർ, നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നവർക്കെല്ലാം പ്രോഡക്റ്റുകൾ നിർമ്മിക്കാനുള്ള ആഗ്രഹമുണ്ട്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പ്രോഡക്റ്റുകൾ നിർമ്മിച്ചതിന് ശേഷം ആ പ്രോഡക്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ലാഭവിഹിതം നമ്മൾ 40% നമ്മൾ ലാഭമിട്ടാണ് കൊടുക്കുന്നത്. ആ ലാഭത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് തരികയാണ്. അത് 40% ഞാൻ പറഞ്ഞാലും പ്രോഡക്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് ലാഭവിഹിതത്തിന് മാറ്റം വരും. അപ്പോൾ ആ ലാഭവിഹിതമാണ് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് തരുന്നത്. ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തുക മാറ്റുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തന മൂലധനം എന്ന നിലയിൽ മാറ്റുന്നുണ്ട്. അതുകൂടാതെ നമുക്കൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യണം ഓൾറെഡി. ഇപ്പോൾ ഓരോ ജില്ലയിലും നമ്മൾ ഓരോ അഡ്മിനിസ്ട്രേഷനെ വെക്കും. ഓരോ ജില്ലയിലും അംഗങ്ങളായിട്ടിരിക്കുന്ന ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉടനെ കൊണ്ടുവരുമ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 1,00,000 ബാഗ് നമ്മൾ കേരളത്തിൽ ഒട്ടാകെ വിറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജില്ലയിൽ 1,00,000 ബാഗ് വിറ്റിട്ടുണ്ടെങ്കിൽ, 10,000 ബാഗ് വിറ്റിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ കണ്ടെത്തിയ ഏണിങ്സിൽ നിന്നും നമ്മൾ ഒരു 10 രൂപ വെച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 രൂപ 10,000 പേര് തരുമ്പോൾ നമുക്ക് 1,00,000 രൂപയായി മാറും. ഒരാളെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാനായിട്ട് സാമ്പത്തിക സഹായം കൊടുക്കാൻ സാധിക്കും. ആ സാമ്പത്തിക സഹായം കൊടുക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് സാമ്പത്തിക സഹായം ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ലാഭവിഹിതത്തിൻ്റെ ഒരംശം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും അവകാശപ്പെട്ടതാണ്. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ കൂടി ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ലാഭവിഹിതവും വരുമാനവും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യും. നമ്മൾ തുടങ്ങുന്ന എല്ലാ സംവിധാനങ്ങളിലെ എല്ലാ ബിസിനസ്സിൻ്റെ ഭാഗവാക്കായി മാറും. നിങ്ങളൊരു ബാഗ് വാങ്ങുന്നത് വഴിയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് ലിസയുടെ പ്രവർത്തന രീതി. ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എല്ലാവർക്കും വരുമാനം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് ലിസ എന്ന ബാഗ് ഇറക്കുന്നതിനും ലിസ എന്ന ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള കാരണം വീട്ടിലെ സാഹചര്യം മൂലം വെളിയിൽ ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്, വരുമാനം ആഗ്രഹിക്കുന്നവർ. സാഹചര്യം മൂലം അധിക വരുമാനം ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ കാറ്റഗറിയിലുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവർ. അപ്പം ഇവർക്കെല്ലാം ഒരു സഹായം എന്ന നിലയിൽ ആണ് ലിസ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാർക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ ബിസിനസ് 1 കിലോയോ 1/2 കിലോയോ ഉണ്ടാക്കിയാൽ മതി. അത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമ്മുടെ ഗ്രൂപ്പ് വഴി പബ്ലിഷ് ചെയ്യും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമ്മൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഈ 1 കിലോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് 10 കിലോയും 100 കിലോയായി മാറും.
100 കിലോ ആകുന്ന 50 കിലോ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംവിധാനങ്ങൾക്ക് അതായത് എക്യുപ്മെൻസിന് എല്ലാം മാറ്റം വരുത്തിയാൽ മതി. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പറഞ്ഞ് തല പോകച്ച് ആലോചിച്ചിട്ടോ അതിന് മെഷീനറി കൊണ്ടുവന്ന് വാടകയ്ക്ക് എടുത്ത് മുറികളെല്ലാം സെറ്റ് ചെയ്ത് കറണ്ടെടുത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സഹായത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ബിസിനസ്സിൽ അംഗമായി മാറാം. ഇത് കസ്റ്റമേഴ്സിന് നമ്മൾ കണ്ടെത്തി പോകേണ്ട കാര്യമൊന്നുമില്ല, കട തപ്പി പോകേണ്ട ഒന്നും കാര്യമില്ല. നമ്മുടെ അംഗങ്ങൾ തന്നെ ഇതിനകത്തുനിന്ന് ഈ സാധനങ്ങൾ രുചിയുള്ളതും ഗുണമേന്മയുള്ളതാണെങ്കിൽ അവർ സ്ഥിരം പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അവർക്കും കിട്ടും. 5% കിട്ടുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ ഇതിലേക്ക് വരും. വന്നു കഴിയുമ്പോൾ അവർക്കൊരു ഇത് നിർമ്മിക്കുന്നവർക്കൊരു വരുമാന മാർഗമാകും. ടേസ്റ്റി ആയിട്ടുള്ള ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ചിന്തിക്കാൻ എന്താണ് കാരണം? ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നതിന് എന്താണ് കാരണം എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിസയെക്കുറിച്ചുള്ള ഏകദേശ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നെനിക്ക് തോന്നുന്നു. കോളേജ് കുട്ടികൾക്ക് വരെ ഇതിനകത്തെ അംഗങ്ങളായി മാറാം. ഒരു ബാഗ് വാങ്ങിയാൽ മതി. അവർ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്, മുടി വളരാനുള്ള എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇതിനകത്ത് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാങ്ങുമ്പോൾ അതിൻ്റെ 5% നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മറ്റൊരാളെ പരിചയപ്പെടുമ്പോൾ അതിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. നമ്മൾ തുടങ്ങുന്ന എല്ലാ ബിസിനസ്സിൻ്റെയും ഭാഗവാക്കായി മാറും. അപ്പം അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളിലൂടെ നിങ്ങൾക്ക് വരുമാനം കണ്ടെത്തി തരും. അതുകൂടാതെ കിട്ടിയ വരുമാനത്തിനെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തു തരാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.